CPM തോറ്റത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇനി ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ പരാജയപ്പെട്ടു എന്ന് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും അധികം ആസ്വദിച്ചൊരു ട്രോളാണ്. തോൽവിയാണ്. ഇപ്പം ഞാനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയ ഒരാളാണ്. അപ്പോൾ തോറ്റ് കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ തോറ്റെന്ന്. പക്ഷേ ഇപ്പോഴും CPM അത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ബോധ്യമായ ഒരു കാര്യം, വീണ വിജയൻ സേവനമൊന്നും നൽകാതെയാണ് ആ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന് സഖാക്കൾ ഒഴികെ സഖാക്കൾക്കും ബോധ്യപ്പെട്ടു. അതാണല്ലോ കണ്ണൂർ പോലെയുള്ള കോട്ടകൾ, CPM കോട്ടകൾ തച്ച് തകർത്ത് ആ വോട്ടുകൾ മറ്റു മുന്നണികളിലേക്ക് ഒഴുകിയ സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് ഇപ്പോഴും സഖാക്കൾക്ക് മനസ്സിലായിട്ടില്ല. അവിടെ CPMൻ്റെ ഇപ്പോഴും ഞാൻ കൃത്യമായി പറയുന്നു, പിണറായി വിജയൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് CPM മാറി. നല്ല സഖാക്കൾ ആരും എവിടെയും പ്രതിഷേധിക്കാൻ പോയിട്ടില്ല. പ്രതിഷേധിക്കാൻ പോയവരൊക്കെ നല്ല ക്രിമിനൽസാണ്. അദ്ദേഹം പറഞ്ഞു കുറച്ച് പ്രവർത്തകർ അവിടെ പ്രതിഷേധിച്ചു. പ്രവർത്തകരല്ല, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറി മുതൽ MLA മുതൽ MP വരെ നേതൃത്വത്തിലാണ് ഈ പ്രതിരോധം തീർത്തതും ഈ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും. എന്തിന്? ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ പറയാം, കലാപാഹ്വാനമാണ് EDയുടെ റെയ്ഡിന് ശേഷം മുഖ്യമന്ത്രി പുറത്തിറങ്ങിയെന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് അദ്ദേഹം കലാപാഹ്വാനം നടത്തി ഓർക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരിൽ ഇത് രക്ഷാപ്രവർത്തനമാണത്, കേരളത്തിലുടനീളം തുടരണമെന്ന് DYFIയോട് ആഹ്വാനം ചെയ്തു പിണറായി വിജയൻ. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പ്രതിരോധിക്കല്ലേ, അതായത് ഇനി ED വന്നാൽ നമ്മൾ ഒരുമിച്ച് പ്രതിരോധിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതിനുശേഷം ഇന്നലെ കേരളത്തിലുടനീളം പ്രതിഷേധ പ്രകടനങ്ങളും വലിയ സംഘർഷാവസ്ഥയും പല സ്ഥലങ്ങളിലും സൃഷ്ടിക്കപ്പെട്ടു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നലെ പിണറായി വിജയൻ്റെ പ്രസ്താവനയ്ക്ക് കലാപാഹ്വാനത്തിന് കേരള പോലീസിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ കലാപാഹ്വാനത്തിന് കേസെടുക്കണം. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും മാർച്ചുകളും പല അക്രമ സംഭവങ്ങളും ഉണ്ടായത്. അപ്പോൾ കലാപാഹ്വാനത്തിന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസ്